എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ട് മുതലേ ആൾക്കാർ എലീനെ തുരത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒന്നുകിൽ അരിപ്പൊടി എടുക്കുക, അതല്ല എങ്കിൽ ഗോതമ്പ് പൊടി എടുക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടി എടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും കേട്ടോ. അപ്പോൾ 1 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ്. അപ്പോൾ അതൊരു 1/2 സ്പൂൺ എടുക്കുക. അത് 1 സ്പൂൺ അരിപ്പൊടിക്ക് 1/2 സ്പൂൺ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ കോൾഗേറ്റിൻ്റെ തന്നെ പേസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേറെ പേസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്ര അങ്ങ് എഫക്റ്റ് അല്ല. മാക്സിമം ഈ ഒരു വൈറ്റ് കളറുള്ള പേസ്റ്റ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ്. വിനാഗിരി നമ്മൾ ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണ്. ലിക്വിഡോ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അത് എത്രമാത്രം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് ലിക്വിഡായി പോകരുത്. ജസ്റ്റ് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം വിനാഗിരി കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സാക്കി നോക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ചപ്പാത്തി മാവിൻ്റെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ എല്ലാം ഈ കൊഴുക്കട്ടയ്ക്കൊക്കെ ഉരുട്ടണ പരുവയില്ലേ എന്ന് പറഞ്ഞ കണക്ക് ചെറിയ രീതിയിൽ നമ്മൾ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കിയെടുക്കണം. അത്രയും വിനാഗിരി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എലികളൊക്കെ ഉള്ള മാളത്തിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അത് വന്ന് തിന്നിട്ട് എലികൾ ചത്തുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് എലിശല്യം എവിടെയാണ് ഉള്ളത് അവിടെ നമ്മളിത് കൊണ്ടുവച്ചാൽ മതി, രാത്രിയിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പത്തേനും ഇത് വന്ന് കഴിച്ചിട്ട് പൊക്കോളും. പിന്നെ എലി ആ ഭാഗത്തേക്ക് വരത്തേയില്ല, അത് ചത്തു പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പശിമയുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ കോൾഗേറ്റ് ചേർത്തേക്കണം, അതിൻ്റെയൊക്കെ എഫക്റ്റാണ്. അപ്പോൾ ആ പാകത്തിന് ഞാനിത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് ഇന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്